Welcome to Bhaskar's Engineering Maths, the world of plus points. നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. അതായത് ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇന്റഗ്രേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ MAT 101 മൾട്ടിപ്പിൾ ഇന്റഗ്രേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് റിവേഴ്സിംഗ് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. നമുക്ക് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ റിവേഴ്സ് ചെയ്തുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അത് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പലവട്ടം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബൈ റിവേഴ്സിംഗ് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ ഇവാലുവേറ്റ് integral 0 to 4 integral y to 4 x by x square plus y square dx dy. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ക്വസ്റ്റ്യനിലെ ഓർഡർ ഏതാണ്. ദാറ്റ് ഈസ് dx dy. dx dy എപ്പോഴും ഓർക്കേണ്ടത് ഓർഡർ ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ദാറ്റ് ഈസ് ഹിയർ ദ ഓർഡർ ഈസ് first with respect to x and then with respect to y is order. അതാണ് ഇതിലെ ഓർഡർ. അപ്പൊ നമ്മൾ ഓർഡർ റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നേരെ തിരിച്ച് dy dx എന്നാക്കണം. അതാണ് മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്. നമ്മളപ്പോൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഇതാണ്. x by x square plus y square dy dx ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതായത് ഓർഡർ dx dy ആയിരുന്നു, dy dx. That is here the order is first with respect to y and then with respect to x. That is this is the required integral. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ ലിമിറ്റ് കൊണ്ടുവരണം. dy dx ആണ് കൺക്ലൂഡ് ചെയ്യുക. ക്വസ്റ്റ്യനിൽ dx dy ആണെങ്കിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഓർഡർ റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞാൽ dy dx ആണ്. അപ്പോൾ ഏതാണ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്? dy dx ആണ് കിട്ടി. നൗ ദ ലിമിറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ് ആകും. ലിമിറ്റോടെ കിട്ടിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ആ ലിമിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പ് ഉണ്ട്. ലിമിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് കൊണ്ടുവരണം? ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ ഈ ഫിഗർ വരച്ചൊന്നെടുക്കണം. ഈ ക്വസ്റ്റ്യനിലെ ലിമിറ്റിൽ നിന്ന് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ നമുക്ക് വരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം എഴുതുവാണേ. ഇന്റഗ്രൽ 0 to 4 ഇന്റഗ്രൽ y to 4 x by x square plus y square dx dy. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അറിയാം ഇന്നർ ഇന്റഗ്രൽ ആണ് നമ്മൾ ആദ്യം ഇവാലുവേറ്റ് ചെയ്യണത്, ദെൻ ടു ഔട്ടർ. അതാണ് നമ്മുടെ ഓർഡർ. അപ്പോൾ നമ്മൾ ഈ നിങ്ങൾക്കറിയാം ഇത് dx അകത്താണ് കിടക്കുന്നത്. സോ dxന്റെ അതായത് എക്സിന്റെ ലിമിറ്റ് ആണ് ഈ ഇന്റഗ്രലിന്റെ ലിമിറ്റ്. അതായത് ഈ ലിമിറ്റ് ദാറ്റ് ഈസ് y to 4 എക്സിന്റെ ലിമിറ്റ് ആണ്, നമുക്ക് മനസ്സിലായി. ഇനി അതേപോലെ തന്നെ വൈയുടെ ലിമിറ്റ് ആണ്. വൈ ഔട്ടർ ആയിട്ടാണ് കിടക്കുന്നത്, വെളിയിലാണ് വൈ കിടക്കുന്നത്. സോ ദിസ് ലിമിറ്റ് ഈസ് ഫോർ വൈ. ഇത് വൈയുടെ ലിമിറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എക്സിന്റെ ലിമിറ്റ് വൈയിലും വൈയുടെ ലിമിറ്റ് എക്സിലും ആയിരിക്കും വേരിയബിൾ ലിമിറ്റ് ആണെങ്കിൽ വരുന്നത്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെയ്യാൻ ഇത് എക്സിന്റെ ലിമിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു വൈയും എക്സ് ഈസ് ഈക്വൽ ടു 4 ആണ് എക്സിന്റെ ലിമിറ്റ് എന്ന് കിട്ടി. അതായത് ഏതൊക്കെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു വൈയും എക്സ് ഈസ് ഈക്വൽ ടു 4 ആണ് എക്സിന്റെ ലിമിറ്റ്. ഇനി വൈയുടെ ലിമിറ്റ് ഔട്ടർ ഇന്റഗ്രൽ ആണ് നമുക്കറിയാം. അപ്പൊ വൈയുടെ ലിമിറ്റ് ഏതാ? ഇത് y ഈസ് ഈക്വൽ ടു 0യും y ഈസ് ഈക്വൽ ടു 4ഉം ആണ്. ഏതൊക്കെയാ? y ഈക്വൽ ടു 0, y ഈക്വൽ ടു 4. ഇതാണ് വൈയുടെ ലിമിറ്റും. ഇനി നമ്മള് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ കിട്ടണമെങ്കിൽ വി ഹാവ് ടു ഡ്രോ ദിസ് ലിമിറ്റ്. ഈ ലിമിറ്റ് എടുത്തിട്ട് നമ്മളൊന്ന് വരച്ചു നോക്കിയാൽ നമുക്ക് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ കിട്ടും. നമുക്കൊന്ന് വരച്ചു നോക്കാം. റീജിയൻ ഒന്ന് വരച്ചു നോക്കാം. ദിസ് ഇസ് x ആക്സിസ് ആൻഡ് ദിസ് ഇസ് y ആക്സിസ്. 1 2 3 4 1 2 3 and 4. നമ്മള് y ഈസ് ഈക്വൽ ടു 4 വരെ നമ്മൾ വരച്ച് എക്സും വൈയും ഞാൻ വരച്ചു. നമുക്ക് പോസിറ്റീവ് തൽക്കാലം നമുക്ക് ഇത്രയും വരെ വരച്ചാൽ മതി. ആദ്യം വരയ്ക്കേണ്ടത് x ഈക്വൽ ടു y എന്നുള്ള ലൈനാണ്. x ഈക്വൽ ടു y വരയ്ക്കാൻ വളരെ സിമ്പിൾ ആണ്. കാരണം x ഈസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ വരച്ചാൽ എക്സും വൈയും ഈക്വൽ ആണ്. ഏതാണോ എക്സ് എടുക്കുന്നത്, എക്സ് 0 എടുത്താൽ വൈയും 0. ഏതാണ് എക്സും വൈയും ഈക്വൽ ആ. എക്സ് 1 എടുത്താൽ വൈയും 1 ആ. എക്സ് 2 എടുത്താൽ വൈയും 2 ആ. സോ സിൻസ് ദേ ആർ ഈക്വൽ, അപ്പോൾ നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ആ? 0 0. ദിസ് ഇസ് ദ പോയിന്റ് 0 0. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 1 1. ദിസ് ഇസ് ദി പോയിന്റ് 1 1 ആൻഡ് 2 2. ദിസ് ഇസ് ദ പോയിന്റ് 2 2. അതായത് ഈ ലൈനാണ് നമ്മളുടെ. This is the line y is equal to x. ഇപ്പോൾ ഓർത്താൽ മതി
ഫസ്റ്റ് ക്വാഡ്രന്റിനെ 45 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്ന ലൈനാണ് y ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈൻ. അടുത്തത് y ഈക്വൽ ടു എക്സ്, ഇത് നമ്മൾ വരച്ചല്ലേ x ഈക്വൽ ടു y എന്നുള്ള ലൈൻ വരച്ചു. ദെൻ x ഈസ് ഈക്വൽ ടു 4. x ഈസ് ഈക്വൽ ടു 4 ആരാ? x ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഈ x ആക്സിസിലെ 4ൽ കൂടി y ആക്സിസിന് പാരലൽ ആയിട്ട് പോകുന്ന ലൈനാണ്. എക്സിലെ 4ൽ കൂടെ y ആക്സിസിന് പാരലൽ ആയിട്ട്, ദാറ്റ് ഈസ് this is x is equal to 4. This is x is equal to 4. y ആക്സിസിന് പാരലൽ ആയിട്ട് എക്സിലെ 4ൽ കൂടെ മുന്നോട്ട് പോകുന്ന ലൈനാണ് x is equal to 4. ഇനി അടുത്തത് y equal to 0. y equal to 0 ആരാ? y equal to 0 എന്ന് പറഞ്ഞാൽ x ആക്സിസിന്റെ ഇക്വേഷൻ അല്ലേ? y equal to 0 is the equation of x axis. അപ്പം y equal to 0 എന്ന് പറയുന്ന ആള് ഇതാണ്. This is y equal to 0. That is x axis ആണ് y equal to 0 എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് y equal to 4. y equal to 4 എന്ന് പറഞ്ഞാൽ ആരാ? y യുടെ 4ൽ കൂടി x ആക്സിസിന് പാരലായിട്ട് ഇങ്ങനെ പോകുന്നത്. അതായത് y യിലെ 4 ഇതല്ലേ? അതായത് ഇതുവഴി ഇങ്ങനെ നേരെ ഇവിടെ ചെന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ഈ ലൈനാണ് y is equal to 4 എന്ന് പറയുന്ന ഈ ലൈൻ. This is y is equal to 4. x ആക്സിസിന് പാരലൽ ആയിട്ട് പോകും. അപ്പോൾ y ഇതുവഴി ഇങ്ങനെ കടന്നു പോകുന്ന ഈ ലൈനാണ് നമ്മളുടെ y ഈക്വൽ ടു 4 എന്ന് പറയുന്ന ലൈൻ. ഇത് മൂന്നും കൂടെ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പൊ ഇവിടെ നമുക്കൊരു റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ നോക്കിയാൽ 2 റീജിയൻസ് കിടപ്പുണ്ട്. ഇതിൽ ഏതാണ് നമ്മുടെ റിക്വയർഡ് റീജിയൻ നമുക്ക് അറിയത്തില്ല. അതിന് നിങ്ങൾ ഓർക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് ഇതെല്ലാം ഒന്ന് നോക്കാം. അതായത് നമുക്ക് വേണ്ടത് ഏതൊക്കെയാ? എക്സ്, ഈ റീജിയൻ ആണോ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഉണ്ട് ഈ ലൈൻ ഏതാ? എക്സ് ഇസ് ഈക്വൽ ടു 1. അത് നമുക്ക് വേണ്ടതാണ്. ഇനി ഈ ലൈൻ ആരാ? ഈ ലൈൻ ആരാ? y ഈക്വൽ ടു 4. അത് നമുക്ക് ഇവിടെ ഉള്ളതാണ് ആണല്ലോ. ഇനി ഈ ലൈൻ നോക്കിക്കേ, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇത് y ആക്സിസ് അല്ലേ? y ആക്സിസിന്റെ ഇക്വേഷൻ x ഇസ് ഈക്വൽ ടു 0. അത് നമുക്ക് ഇവിടെ ഉള്ളതാണോ? ഇവിടെ x ഈക്വൽ ടു 0 വേണ്ടതാണോ? അല്ല. അപ്പോൾ x ഇസ് ഈക്വൽ ടു 0 എന്നുള്ള റീജിയൻ ലൈൻ നമുക്ക് വേണ്ടത്. അപ്പം ഈ റീജിയൻ എടുത്താൽ ഈ റീജിയനിലാണ് നമുക്ക് ഈ ഡിവിഷൻ നമുക്ക് ഇല്ലാത്ത, ആ ബൗണ്ടറി നമുക്ക് വേണ്ട ബൗണ്ടറി അല്ല. സോ ഉടനെ നമ്മൾ ഈ റീജിയൻ ചെക്ക് ചെയ്യാം. ഈ റീജിയൻ ആണോ ഇന്റർസെക്റ്റഡ് റീജിയൻ? ഡൗട്ട്. ഇങ്ങനെ 2 എണ്ണം വന്നാൽ നമ്മൾ അങ്ങനെ എടുത്ത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് ആദ്യം അതിന്റെ ബൗണ്ടറീസ് ഏതൊക്കെയാ? ഈ റീജിയന്റെ ബൗണ്ടറി x ഈക്വൽ ടു y, അത് ഇവിടെ ഉള്ളതാണ്. അടുത്ത ബൗണ്ടറി ആരാ? y ഈക്വൽ ടു 0, അതും നമുക്ക് ഇവിടെ ഉള്ളതാണ്. അടുത്ത ബൗണ്ടറി ഇതാരാണ്? x is equal to 4. അപ്പോൾ മാക്സിമം ബൗണ്ടറീസ് കൊണ്ട് മേക്ക് ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? സോ ദിസ് ഈസ് ദി റിക്വയർഡ് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഈ റീജിയനിലാണ് നമ്മൾ ഏതെടുത്തിരിക്കുന്നത്? നമ്മളുടെ ലിമിറ്റ് കണ്ടുപിടിച്ചത്. ദിസ് ഇസ് എ റിക്വയർഡ് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ കിട്ടിയാൽ നമുക്കിനി ലിമിറ്റ് എടുക്കാൻ അറിയാം. അപ്പോൾ dx dy ആണ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഏത് ലിമിറ്റ് കൊണ്ടുവരണം? ഇത്ര നേരം മുമ്പ് പറഞ്ഞായിരുന്നു x ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ dy dx എന്നാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ക്വസ്റ്റ്യനിൽ dx dy ആണെങ്കിൽ ഇവിടെ നമ്മൾ dy dx കൊണ്ടുവരണം. y യുടെ ലിമിറ്റ് നിങ്ങൾക്കറിയാം, ഇന്നർ ഇന്റഗ്രൽ നമ്മൾ വേരിയബിൾ ലിമിറ്റും ഔട്ടർ ഇന്റഗ്രൽ നമ്മൾ കോൺസ്റ്റന്റ് ലിമിറ്റും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നർ ഇന്റഗ്രൽ ഇവിടെ ആരാ വരേണ്ടത്? ഇന്നർ വേരിയബിൾ ആരാ? y ആണ് ഇന്നർ വേരിയബിൾ. അപ്പൊ ഇതുപോലെ ഈ ലിമിറ്റ് ചെയ്തു y യുടെ ലിമിറ്റ് നമ്മൾ എന്ത് കൊണ്ടുവരണം? y യുടെ ലിമിറ്റ് ആണ് നമ്മൾ വേരിയബിൾ ലിമിറ്റ് കൊണ്ടുവരണം. y യുടെ ലിമിറ്റ് വേരിയബിൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്കറിയാം ആ റീജിയനിൽ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കണം. എക്സിന്റെ കൊണ്ടുവരണമെങ്കിലോ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കണം. ഇവിടെ നമുക്ക് y ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ y ടു x അല്ലേ? അപ്പോൾ ഇന്നർ വേരിയബിൾ വരുന്ന y ആണ്. അപ്പോൾ y യുടെ ലിമിറ്റ് ആണ് വേരിയബിൾ കൊണ്ടുവരുന്നത്, എക്സിന്റേത് കോൺസ്റ്റന്റും. അപ്പൊ y യുടെ നമ്മള് വേരിയബിൾ ലിമിറ്റ് കൊണ്ടുവരണമെങ്കിൽ ഈ റീജിയൻ ഓഫ് ഇന്റഗ്രേഷനിൽ ടേക്ക് എ വെർട്ടിക്കൽ സ്ട്രിപ്പ്. സോ കൺസിഡർ എ വെർട്ടിക്കൽ സ്ട്രിപ്പ് ഹിയർ. ദിസ് ഇസ് കൺസിഡർ എ വെർട്ടിക്കൽ സ്ട്രിപ്പ് ഹിയർ. ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് ഞാൻ ഇവിടെ എടുത്ു. ഇനി ഈ സ്ട്രിപ്പിലെ വേരിയേഷൻസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഈ സ്ട്രിപ്പില് അപ്പൊ നമുക്ക് y യുടെ ലിമിറ്റും എക്സിന്റെ ലിമിറ്റും കിട്ടണം. y യുടെ ലിമിറ്റ് കാണണമെങ്കിൽ ഈ സ്ട്രിപ്പില് y യുടെ വേരിയേഷൻ, സ്ട്രിപ്പിലെ y നോക്കുക. ഈ സ്ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്നാണല്ലോ സ്ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെ? ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 0യിൽ നിന്നാണ്. അതായത് ഇവിടെ ഓൺ ദ സ്ട്രിപ്പിൽ എന്താ സംഭവിക്കുന്നത്? സ്ട്രിപ്പിൽ നമുക്ക് വൈക്ക് വേരിയേഷൻ, y ഫ്രം സ്ട്രിപ്പിൽ y സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ y 0, ആ സ്ട്രിപ്പ് ചെന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. അത് ഏത് ലൈനിലാണ്? ഈ ലൈൻ ആരാ? y ഈക്വൽ ടു x അല്ലെങ്കിൽ x ഈക്വൽ ടു y എന്നുള്ള ലൈനാ.
അപ്പോൾ അത് എൻഡ് ചെയ്യുന്നിടത്തെ y ആരാ? y ഈക്വൽ ടു എക്സ്. സ്റ്റാർട്ട് ചെയ്യുന്നത് y ഈക്വൽ ടു 0 എൻഡ് ചെയ്യുന്നത് y ഈക്വൽ ടു എക്സില്. സോ വി ഗോട്ട് ദി വേരിയേഷൻ ഓഫ് y ആസ് 0 to x. That is y varies from 0 to x ആണല്ലോ. Then അടുത്ത നമുക്ക് ഏതാ? y യുടെ ലിമിറ്റ് കിട്ടി. Then find the limit of x. അപ്പോൾ നമുക്ക് നോക്കാം. ഈ സ്ട്രിപ്പ് ഒരു സാമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയാം. ഈ റീജിയൻ ഇവിടെയാണ് ഈ പോയിന്റ് ഏതാണ്? 0 0. അപ്പോൾ ഈ ഫുൾ റീജിയൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടം തൊട്ട് ഇവിടെ വരെയാണ് ആ സ്ട്രിപ്പ്. സോറി, ഈ ഫുൾ റീജിയൻ എന്ന് പറയുന്നത് ഇവിടം തൊട്ടാണ്. ആ സ്ട്രിപ്പ് ഒരു സാമ്പിൾ ആണെങ്കിൽ ആ സ്ട്രിപ്പിന് നമുക്ക് വേരിയേഷൻ കൊടുക്കേണ്ടത് ഇത്രയും റീജിയൻ വരെയാണ്. അതായത് ഇവിടെ 0 0 ആണ്. അപ്പോൾ ഇവിടെ വൈയുടെ ലിമിറ്റ് നമുക്ക് കിട്ടി. നമുക്കിനി വേണ്ടത് എക്സിന്റെ വേരിയേഷൻ ആണ്. അതായത് അങ്ങോട്ടുള്ള വേരിയേഷൻ ആണ് വേണ്ടത്. വൈയുടെ വേരിയേഷൻ വെർട്ടിക്കൽ വേരിയേഷൻ, എക്സിന്റെ പെർപെൻഡിക്കുലർ വേരിയേഷൻ ഓർക്കുക. അപ്പോൾ y വേരി ചെയ്യുന്ന എവിടെ തൊട്ടാ? ഈ സ്ട്രിപ്പ് ഇവിടം തൊട്ട് ഇവിടെ വരെയാണ് നമുക്ക് സ്ട്രിപ്പിന് വേരിയേഷൻ കൊടുക്കേണ്ടത്. എവിടെ മുതല്? അതില് 0 0 തൊട്ട് ഈ പോയിന്റ് ആരാ? 4 0 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇത്. ഈ പോയിന്റ് ആരാ? 4 0 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇത്. അപ്പോൾ നമുക്ക് വേരിയേഷൻ എവിടെ തൊട്ട് അവിടെ വരെയാ? 0 0 തൊട്ട് 4 0 വരെയാണ് കംപ്ലീറ്റ് നമ്മൾക്ക് ആ സ്ട്രിപ്പിന് വേരിയേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കിക്കേ, അവിടുത്തെ നമ്മൾ എക്സിന് വേരിയേഷൻ 0 0 മുതൽ 4 0 വരെയാണെങ്കിൽ എക്സിന്റെ വേരിയേഷൻ എവിടെ തൊട്ട് എവിടെ വരെയാ? 0 to 4 ആണ്. സോ എക്സ് വേരീസ് ഫ്രം 0 to 4. എക്സ് വേരീസ് ഫ്രം 0 to 4. അപ്പൊ നമുക്ക് എക്സിന്റെ വൈയുടെ ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞു. എക്സിന്റെ ലിമിറ്റ് y വേരീസ് ഫ്രം 0 to x ആൻഡ് x വേരീസ് ഫ്രം 0 to 4. അപ്പൊ നമുക്ക് ആ ലിമിറ്റ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ. വളരെ ശ്രദ്ധിക്കണം, y ഇന്നർ വേരിയബിൾ ആയിട്ട് കിടക്കുന്ന. അപ്പോൾ ഇന്നർ ഇന്റഗ്രലിന് വേണം വൈയുടെ ലിമിറ്റ് കൊടുക്കാൻ. വൈയുടെ ലിമിറ്റ് ആരാ? 0 to x. ദിസ് ഈസ് ദി ലിമിറ്റ് കറസ്പോണ്ടിങ് ടു y. ദിസ് ഈസ് ദ ഇന്റഗ്രൽ കറസ്പോണ്ടിങ് ടു y. ഇനി ഏതാ? എക്സിന് ലിമിറ്റ് ഏതാ? 0 to 4. എക്സിന്റെ ലിമിറ്റ് 0 to 4 ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് കിട്ടി. നൗ ജസ്റ്റ് ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. ഓർഡർ റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ dx dy ആണെങ്കിൽ നമ്മൾ dy dxലാണ്. അതായത് വേരിയബിളിന്റെ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ മാറ്റണം. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ dx dy എങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ dy dx ആക്കി മാറ്റുക. അപ്പോൾ yക്ക് ഇന്നർ ഇന്റഗ്രൽ കൊണ്ടുവരണം. വൈയുടെയാണ് ഇന്നർ ഇന്റഗ്രൽ. വൈയുടെ വേരിയബിൾ ലിമിറ്റ് കൊണ്ടുവരണം. സോ ടേക്ക് എ വെർട്ടിക്കൽ സ്ട്രിപ്പ്. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പൊ വൈയുടെ സ്ട്രിപ്പിലുള്ള വേരിയേഷൻ വൈയുടേത് കിട്ടി. അപ്പോൾ അപ്പുറത്തേക്ക് നമ്മൾ സ്ട്രിപ്പിന്റെ മൂവ്മെന്റ് ആലോചിക്കുക. അത് എക്സ് ഡയറക്ഷനുള്ള മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 0 0 തൊട്ട് 4 0 വരെ. അപ്പോൾ 0 to 4 ആണ് വേരിയേഷൻ. ഇനി നമുക്ക് ജസ്റ്റ് ഇന്റഗ്രേഷൻ മാത്രം ഇന്റഗ്രേറ്റ്. therefore the required integral is equal to integral 0 to 4 integral 0 to x x by x square plus y square dy dx. ഇനി ഇന്റഗ്രേഷനിൽ നമുക്കറിയാം എന്ത് ചെയ്യും? നമ്മള് ആദ്യം നമ്മള് ഇന്നർ ഇന്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇവാലുവേറ്റ് ദ ഇന്നർ ഇന്റഗ്രൽ. സോ നമ്മൾ ഇന്നർ ഇന്റഗ്രലിനെ ഒരു ബ്രാക്കറ്റിൽ കൊടുക്കുന്നല്ലേ. ഒരു ഇന്നർ ഇന്റഗ്രൽ ഞാൻ ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നു. ഇന്റഗ്രൽ 0 to 4. വളരെ ശ്രദ്ധിക്കേണ്ട വരാം. while integrating with respect to y, x can be treated as a constant. x is a constant. so ഈ ഇന്റഗ്രലിന്റെ വെളിയിലേക്ക് ഞാൻ എക്സ്, മൊത്തത്തിന്റെ വെളിയിലേക്ക് മാറ്റരുത്. ഈ ഇന്റഗ്രലിന്റെ മാത്രം വെളിയിലേക്ക് ഞാൻ എക്സ് മാറ്റുന്നു. 0 to x 1 by x square plus y square dy. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആരെ മാത്രമേ ഉള്ളൂ? 1 by x square plus y square. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 by x square plus y square എന്ന് പറഞ്ഞ ആളാരാണ്? ഇന്റഗ്രൽ 1 by വിത്ത് റെസ്പെക്ട് ടു y ആയതുകൊണ്ട് x കോൺസ്റ്റന്റ്. ഈ ഇന്റഗ്രൽ ഒരു സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽ പറയാമോ? ഇന്റഗ്രൽ a square plus x square or x square plus a square dx ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? dx ആണെങ്കിൽ നിങ്ങൾക്കറിയാം സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽ 1 by a tan inverse x by a അല്ലെ. അപ്പോൾ ഇന്റഗ്രൽ 1 by a square plus y square dy ആണെങ്കിലോ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ y വരും. 1 by a tan inverse y by a എന്ന് വരും. ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്ക് ആരാ? ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്ക് ക്വസ്റ്റ്യനില് എക്സ് അല്ലേ കോൺസ്റ്റന്റ്. വിത്ത് റെസ്പെക്ട് ടു y ആകുമ്പോൾ എക്സ് എന്തിന്റെ സ്ഥാനത്താ? കോൺസ്റ്റന്റ്. ഇപ്പൊ ഈ എക്സ് സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് എ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ?
എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ 1/a എന്നുള്ള സ്ഥാനത്ത് എയുടെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ എക്സ് ആണല്ലേ. അപ്പോൾ 1/a എന്നുള്ളത് എന്ത് വരും? 1/x ടാൻ ഇൻവേഴ്സ് y/x എന്ന് വരില്ലേ? കോൺസ്റ്റന്റിന്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ എക്സ് ആണ്. എക്സ് കോൺസ്റ്റന്റ് അല്ലേ വിത്ത് റെസ്പെക്ട് y ആകുമ്പോൾ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 4 ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എത്ര എഴുതാം? അപ്പൊ നമുക്ക് 1/a ദാറ്റ് ഈസ് 1/x നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടാൻ ഇൻവേഴ്സ് ഓഫ് y/a യുടെ സ്ഥാനത്ത് എക്സ് ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to x dx. ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to x. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 4. ഈ എക്സും എക്സൂടെ ക്യാൻസൽ ആയി. 0 to 4 അപ്പർ ലിമിറ്റ് കൊടുത്തേ. ഇന്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു y. സോ ഗീവ് ദ ലിമിറ്റ് ടു y ഓൺലി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണത്. ടാൻ ഇൻവേഴ്സ് ഓഫ് y കാണുന്നിടത്ത് അപ്പർ ലിമിറ്റ് എക്സ്, y കാണുന്നിടത്ത് എക്സ്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് y ക്ക് എക്സ് കൊടുത്താൽ എന്ത് വരും? x/x മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കേണ്ടതും y കാണുന്നിടത്ത് 0 കൊടുക്കണം. y കാണുന്നിടത്ത് 0. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് y യുടെ സ്ഥാനത്ത് 0. 0/x ബിറ്റ്വീൻ എന്തുകൂടെ വെളിയിലുണ്ട്? dx കൂടെ വെളിയിലുണ്ട്. ഇനി നമുക്ക് ഈ ഇന്റഗ്രേഷൻ ഞാൻ മുകളിലോട്ട് എഴുതുവാണേ. അപ്പോൾ നമുക്ക് നോക്കാം. സോ the integral is equal to integral 0 to 4 tan inverse of x/x is x കൂടെ ക്യാൻസൽ ചെയ്താൽ 1 അല്ലേ. tan inverse of 1 minus tan inverse of 0/x is 0 dx. That is integral 0 to 4 tan inverse of 1. ടാനിന് ഏത് ആംഗിളിന് കറസ്പോണ്ടിങ് ആ 1 വരുന്നത്? നിങ്ങൾക്കറിയാം 45 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ്, അല്ലെങ്കിൽ റേഡിയനിൽ പറഞ്ഞാൽ π/4 കറസ്പോണ്ടിങ് അല്ലേ 1 വരുന്നത്. ദാറ്റ് ഈസ് π/4 മൈനസ് ടാനിന് 0 വരുന്ന ഏത് ആംഗിളിന് കറസ്പോണ്ടിങ് ആ ടാൻ 0 0 അല്ലേ. ടാൻ 0 0. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇതൊന്ന് ഓർത്താൽ മതി. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ഈസ് ഈക്വൽ ടു π/4 ആൻഡ് ടാൻ ഇൻവേഴ്സ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ dx. പിന്നെ നമുക്ക് ജസ്റ്റ് ഇന്റഗ്രേഷൻ മാത്രമല്ലേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 4 π/4 dx മാത്രം. ഇത് നിങ്ങൾക്കറിയാം π/4 is a constant, so you can take π/4 outside. π/4 into integral 0 to 4 dx. That is π/4 into dx ന്റെ ഇന്റഗ്രൽ ആരാ? x അല്ലേ dx ന്റെ ഇന്റഗ്രൽ. x between the limit 0 to 4. That is π/4 into upper limit minus lower limit. x കാണുന്നിടത്ത് upper limit 4 minus lower limit 0. That is 4 minus 0. അപ്പോൾ നമുക്ക് π/4 into 4 എന്ന് വരും. അപ്പൊ 4 കൂടെ ക്യാൻസൽ ആയി. ആര് ആൻസർ കിട്ടും? π is the required value of the given integral by reversing order of integration. ഇത്രയേ ഉള്ളൂ. നമുക്ക് ലിമിറ്റ് ലാസ്റ്റ് എന്ത് കിട്ടും? പൈ എന്ന് കിട്ടും. ലാസ്റ്റ് ഫൈനൽ ആൻസർ അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പ്രോബ്ലംസ് നമുക്ക് ഇടാനുണ്ട്. പ്രോബ്ലംസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ടിൽ ദെൻ ബൈ.